നമസ്കാരം. കലൂർ രാജ്യാന്തര സ്റ്റേഡിയം സ്പോൺസർ ആൻഡോ അഗസ്റ്റിന് വിട്ടു നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കരാർ പോലും ഒപ്പിടാതെ. ഒരു കരാറും ഇല്ലാതെയാണ് സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടു നൽകിയത്. മുട്ടിൽ മരമുറിയിലും മാംഗോ ഫോൺ തട്ടിപ്പ് നടത്തിയ കേസിലും പ്രതിയാണ് ആൻഡോ അഗസ്റ്റിൻ. അർജന്റീനയുടെ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ കൈമാറ്റം അങ്ങനെ വിവാദത്തിലാകുകയാണ്. സ്റ്റേഡിയം നവീകരണത്തിനെന്ന് പറഞ്ഞ് കസേരയും മറ്റും ഇളക്കി മാറ്റി. പണികളെല്ലാം പാതി വഴിയിലാണ്. സ്റ്റേഡിയം പഴയപടിയാക്കാതെ തിരിച്ചു നൽകിയാൽ പോലും ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്കും GCDAയ്ക്കും സംഭവിച്ച ഗുരുതരമായ വീഴ്ച കൂടിയാണിത്. ഈ മാസം 9-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് കരാറിനെക്കുറിച്ച് ധാരണയായത്. GCDA, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, സ്പോൺസർ എന്നിവർ ചേർന്ന് ത്രികക്ഷി കരാറിലേക്ക് പോകാനാണ് യോഗത്തിൽ ധാരണയുണ്ടാക്കിയത്. എറണാകുളത്ത് നിന്നുള്ള മന്ത്രി P. രാജീവ് അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ ത്രികക്ഷി കരാറിന് ധാരണയുണ്ടാക്കിയതല്ലാതെ കരാർ ഒപ്പിട്ടില്ല. കരാർ ഒപ്പിടാതെ തന്നെ പണികളിലേക്ക് പോയി. അവിടെ പണികൾ ചെയ്തിരിക്കുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ്. സർക്കാരിന് കീഴിലുള്ള കമ്പനിയാണിത്. സ്പോർട്സ് രംഗത്തെ നിർമ്മാണം ചെയ്യുന്നത് ഈ ഫൗണ്ടേഷനാണ്. കായിക ജോലികൾ മറ്റ് ഏജൻസികൾക്ക് വകമാറ്റി നൽകാനുള്ള നീക്കമാണ് ഈ ഫൗണ്ടേഷന്റെ രൂപീകരണത്തിലടക്കമുണ്ടായത്. സമാനമായി കൊച്ചിയിലെ ജോലികൾ ആരാണ് ചെയ്യുന്നതെന്നത് നിർണായകമാണ്. മരം മുറിച്ച് മാറ്റിയതടക്കം കരാറില്ലാതെയാണ്. അങ്ങനെയെങ്കിൽ കൊച്ചിയിലെ സ്റ്റേഡിയം നവീകരണത്തിലൂടെ ആർക്കോ സാമ്പത്തിക ലാഭവും ഉണ്ടായി. കരാറില്ലാത്തത് കൊണ്ട് തന്നെ ഇനി പണി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തു വന്നത് 24-ാം തീയതിയാണ്. അപ്പോഴേക്കും അർജന്റീന ടീം നവംബറിൽ വരില്ലെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. അതിനുശേഷം ത്രികക്ഷി കരാറിന്റെ കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടായി എന്നത് ഇപ്പോഴും വ്യക്തമല്ല. 24-ന് മുമ്പ് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ മെസ്സി വരില്ലെന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പോഴും അതൊന്നും സ്പോൺസർ സമ്മതിച്ചില്ല. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്തു. പണികൾ ഊർജിതമാക്കുകയും ചെയ്തു. ഈ യോഗത്തിലും കരാർ ഒപ്പിടൽ നടന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേഡിയം വാടകയ്ക്കെടുത്ത ഇനത്തിൽ പോലും സ്പോൺസർമാർക്ക് പണം പോയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു പണവും മുടക്കാതെ മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുണ്ടായ തീരുമാനത്തിന്റെ ഫലമായി ഉണ്ടായ മിനിറ്റ്സ് പരിശോധനയ്ക്കായി നിയമവകുപ്പിൽ പോലും എത്തിയില്ല. ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമവകുപ്പും പരിശോധിച്ചില്ലെന്ന് സാരം. ത്രികക്ഷി കരാറിന് ധാരണയുണ്ടായി എന്നതിനപ്പുറത്ത് കരാർ ഒപ്പിടാതെയാണ് സ്റ്റേഡിയത്തിലെ എല്ലാ നിർമ്മാണ പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുന്നത്. കരാറില്ലാത്ത സാഹചര്യത്തിലും സ്റ്റേഡിയത്തിൽ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങളാണ് സ്പോൺസർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിന്റെ പിച്ച് ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും പുതുക്കി പണിയുകയാണ്. കസേരകൾ പൂർണ്ണമായി ഇളക്കി മാറ്റി. അതോടൊപ്പം ഫ്ലഡ് ലൈറ്റുകളും പൂർണ്ണമായി ഇളക്കി മാറ്റിയിട്ടുണ്ട്. നവംബർ 30-നകം സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാമെന്ന വാഗ്ദാനമാണ് സ്പോൺസറുടെ ഭാഗത്തു നിന്നുണ്ടായത്. മെസ്സി വരാത്ത സാഹചര്യത്തിൽ സ്പോൺസർ ഇത് ചെയ്യുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. കലൂർ രാജ്യാന്തര സ്റ്റേഡിയം GCDAയുടെ ഉടമസ്ഥതയിലുള്ള പൊതുമുതലാണ്. ഇത് ആർക്കെങ്കിലും കൈമാറണമെങ്കിൽ കൃത്യമായ കരാറുകളും വ്യവസ്ഥകളും വാടകയും നിശ്ചയിക്കണം. വാടക ഒഴിവാക്കി കൊടുക്കണമെങ്കിൽ പോലും തദ്ദേശ ഭരണ വകുപ്പിന്റെ തീരുമാനം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിർമ്മാണ പ്രവർത്തികൾ സ്പോൺസർ നിർത്തിയാൽ ഉത്തരവാദിത്തം സ്പോൺസർക്ക് മേൽ ചുമത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാരും GCDAയും. കരാറില്ലാതെ ഒരു പൊതുമുതൽ നിർമ്മാണത്തിന്റെ വിട്ടുകൊടുത്തതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇപ്പോൾ GCDAയിലെത്തും. മത്സരത്തിന്റെ കോർഡിനേഷൻ ചുമതലയ്ക്കായി സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് SPV ആയി നിശ്ചയിച്ചത്. ഈ ഫൗണ്ടേഷൻ കായിക വകുപ്പിന് കീഴിലുള്ള സംവിധാനമാണ്. അതിനാൽ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയതിന് പിന്നിലെ കരാറും ഉറപ്പും എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് കായിക മന്ത്രി V. അബ്ദുറഹ്മാനുമാണ്. കേരളത്തിലെ പ്രധാന മുതലാളിയിൽ നിന്നും ശതകോടികൾ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നഷ്ടമായിട്ടുണ്ട്. സ്പോൺസർ എന്ന നിലയിലേക്ക് ഉയർത്താമെന്ന വാക്ക് വിശ്വസിച്ചായിരുന്നു ഈ മുതൽ മുടക്ക്. ഇതിനൊപ്പമാണ് ഗ്രേറ്റർ കൊച്ചി അതോറിറ്റിക്കും കൊച്ചി സ്റ്റേഡിയത്തിലൂടെ നഷ്ടമുണ്ടാകുന്നത്.